ഹലോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി സിനിമയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി ആൻറ്റിയുടെ ബർത്ത്ഡേ അത്. പക്ഷേ ഏതായാലും നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ അമ്മ അതിരുന്ന് സെറ്റപ്പ് ചെയ്താണ് കാണുന്നത്. കേക്കൊക്കെ മുറിച്ചു. വാഞ്ചോ കേക്കായിരുന്നു ഗൈസ്. 4 പേര്, ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു, പക്ഷെ 4 പേര് കേക്ക് മുറിച്ചു. അങ്ങനെ ആൻറ്റി എല്ലാവർക്കും പങ്കൊക്കെ വെച്ച്, പിന്നെ ആൻറ്റിയുടെ ഫോട്ടോഷൂട്ടിൻ്റെ സമയമായി. നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഇത് എനിക്ക് വയ്യ, എൻ്റെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അമ്മാമയാണ്. അപ്പോൾ എൻ്റെ അനിയൻ പറയാണ്, അതേ ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ട് അമ്മാമേനെ. അപ്പോൾ വീണ്ടും എൻ്റെ അമ്മാമ്മ പറയാം, എന്നെ എടുക്കണ്ടടി, എന്നെ ഒരു ചൂലടി കാണാൻ എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും എൻ്റെ അമ്മ കേക്കൊക്കെ ഭാഗം വെച്ച് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് കുറച്ച് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലൊക്കെ ആക്കി. പിന്നെ ഞങ്ങളിന്ന് പായസം ഉണ്ടാക്കി ഗൈസ്, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ പാത്രത്തിലൊക്കെ ആക്കി. എൻ്റെ ആൻറ്റി പായസമൊക്കെ എടുത്തു അടച്ചു വെച്ചു. പിന്നെ കവറിലൊക്കെ ആക്കി അങ്ങനെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് എൻ്റെ ആൻറ്റി 33 ഇയേഴ്സ് ആവാൻ പോണേ. അങ്ങനെ ആൻറ്റിക്ക് ഞാൻ ഫോൺ മറന്നുപോയി, ഫോണൊക്കെ എടുത്തു കൊടുത്ത് ആൻറ്റി എങ്ങനെ യാത്രയായി ആൻറ്റീനെ പറഞ്ഞു വിട്ടു ഞങ്ങൾ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വന്നിട്ടാ. പിന്നെ എൻ്റെ അമ്മാമ്മ ഇരുന്ന് കേക്ക് കഴിക്കണതാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ അമ്മ എല്ലാവർക്കും വീതിച്ച് വെച്ച് കൊടുത്ത് എൻ്റെ അനിയത്തിക്ക് ക്രീം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു സൂപ്പറാണ് കേക്ക് എന്നൊക്കെ പറയണ ജൂലൊക്കെ. അങ്ങനെ എൻ്റെ കൂടെ ഗൈസ് കേക്ക് കഴിക്കാൻ. അടിപൊളി കേക്ക് ഗൈസ്. ഞാൻ രണ്ടാമതൊരു പീസ് കൂടി എടുത്തു. അങ്ങനെ രണ്ടാമതൊരു വലിയ പീസ് കുക്കി എടുത്ത് ഞാൻ കഴിച്ച് അടിപൊളിയായി. അപ്പോൾ ഇന്ന് അത്രയ്ക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി.